ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട, നീ അങ്ങോട്ടേയല്ലേ. എല്ലാം എടുത്തല്ലോ അല്ലേ? ഒന്നും മറന്നിട്ടില്ല. അയ്യോ എടി, ആ കടയിൽ നിന്ന് കോവയ്ക്ക എടുത്തായിരുന്നോ? കോവയ്ക്ക് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നേ. എന്തോ മറന്നതുപോലെ തോന്നുന്നു. ഒന്നുമില്ല, അമ്മ ഇങ്ങോട്ട് വാ. വാ. ആഹാ, ആരൊക്കെ ഇത്? ഇതെന്താ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അതെ, വരുന്ന വഴിക്ക് നല്ല കുറെ പച്ചക്കറിയുണ്ട്. നല്ല കോവയ്ക്കയും മത്തങ്ങയും. ഇപ്പോഴത്തെ കാലത്ത് വിഷമില്ലാത്ത പച്ചക്കറി കിട്ടാൻ തന്നെ വലിയ പാടാ. മോളെ, ഇതെല്ലാം അകത്തോണ്ട് വെച്ചിര്. ആ, ഇന്നത്തെ ഊണ് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം അല്ലേ? ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് സദ്യയൊക്കെ ഞങ്ങള് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്തിന്? ഇത്രയും പെമ്പിളാർ ഇവിടെ ഉള്ളപ്പോഴോ? അല്ല മോളെ, നീ പാല് കാച്ചിയോ? ഇല്ല, ഞാനത് ഓർത്തുമില്ല. എന്തായാലും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങല്ലേ, അപ്പൊ ഐശ്വര്യമായിട്ട് പാല് കാച്ചി തന്നെ തുടങ്ങണം. അമ്മ പാല് വാങ്ങിച്ചായിരുന്നോ? അമ്മ എല്ലാം വാങ്ങിയിട്ടുണ്ട്. സേതുട്ടാ, ഞങ്ങൾ അടുക്കളയിലേ പാല് കാച്ചാനുള്ള പരിപാടിയൊക്കെ നടത്തട്ടെ. ശരി, ആയിക്കോട്ടെ. വാ മക്കളെ, വാ. കമലയുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അത് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള അടവാ ഈ വെപ്രാളം. അഭിനയിക്കാൻ ആ പാവത്തിന് അറിഞ്ഞുകൂടാ. അച്ഛൻ പറഞ്ഞ സത്യ. അമ്മ ഇവിടം വരെ കാറിലിരുന്ന് കരയായിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ആ കരച്ചിലുണ്ട്. പക്ഷേ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ സമയമല്ല. തകർക്കാൻ വരുന്ന ശത്രുവിനെ തിരിച്ചടിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഒരു കാര്യം കൂടി അറിഞ്ഞു. അവന്തിക്ക് അവളുടെ അച്ഛന്റെ ചിതാഭസ്മം നെല്ലിശ്ശേരിയിൽ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതെടുത്ത് തോട്ടി എറിയണം. അവളുടെ അച്ഛന്റെ ചിതാഭസ്മം തൂക്കാനുള്ള സ്ഥലം അല്ല അത്. അതിന്റെ പേരിൽ ഇനി ഒരു വഴക്കിനും പോകണ്ട. അവളവിടെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. ഇനി കുറച്ചു കാലത്തേക്ക് ഇതാ നമ്മുടെ വീട്. മനസ്സുകൊണ്ട് ഞാനും അത് പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ്.